ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഞാനൊരു SSC CGL എക്സാമിൻ്റെ പ്രിപ്പറേഷനും SSC CGL 2024 എക്സാമിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് കണ്ടതിന് ശേഷം കുറേ കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റുകളായിട്ട് നിങ്ങളുടെ കുറേ ചോദ്യങ്ങളാണ് വന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഒരു ഉത്തരം തരാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ഇപ്രാവശ്യത്തെ SSC CGL 2024 എക്സാം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം മുതൽ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എക്സാമിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും. കുറേ ആൾക്കാർക്ക് ചിലപ്പം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർക്ക് സംശയമുള്ളതായിരിക്കും ഇവരൊക്കെ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം എന്ന് പറയുന്നത്. അതായത് UG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഏതൊക്കെയാണ്, CGL അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചോദ്യത്തിൽ അങ്ങനെ വന്നു, സാർ BTech ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ എക്സാം പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട്. അതായത് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന UGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് CGL 2024 എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നല്ല ക്വസ്റ്റ്യൻ. പിന്നെന്താണ്, പിന്നെ SSC CHSL 2024 ഇപ്രാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. പ്രിവെന്റീവ് ഓഫീസർ കസ്റ്റംസിൽ ഇന്റർവ്യൂ ആൻഡ് മെഡിക്കൽ ഉണ്ടോ? അതായത് SSC CGL കസ്റ്റംസിലേക്കൊക്കെ വേണ്ടിയുള്ള എക്സാമിനകത്ത് ഫിസിക്കൽ മെഡിക്കൽ പരിപാടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. സിലബസ് ടോപ്പിക്കൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചവരുണ്ട്. അതുപോലെ നമ്മുടെ സെന്ററിനെ പറ്റി അന്വേഷിച്ചവരുണ്ട്. അതായത് കൊല്ലത്ത് ദിശ അക്കാഡമി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ എക്സാമിനെ ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, ഞാൻ ഒരു വലിയ വിലപിടിപ്പുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇപ്രാവശ്യം എക്സാം വരുന്നത് എപ്പോഴാണ്? CGL 2024 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂണോട് കൂടി വരികയും എക്സാം നടക്കുന്നത് സെപ്റ്റംബറിലുമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ UG അല്ലെങ്കിൽ ഡിഗ്രി ഗ്രാജുവേറ്റ്സിനൊക്കെ മാർച്ച് ഏപ്രിൽ ടൈമിലാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനൊക്കെ ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. ബട്ട് ദേ മസ്റ്റ് ഹാവ് റിസീവ്ഡ് ദെയർ ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ എന്ത് കിട്ടിയിരിക്കണം? നിങ്ങൾ എക്സാം പാസ്സായി എന്നുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. കാരണം CGL എന്ന് പറഞ്ഞാൽ എന്ത് എക്സാമാണ്? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ആ ടൈമിൽ ഉള്ളവർക്ക് മാത്രമായിരിക്കും അതിനകത്ത് പ്രിഫറൻസ് കിട്ടുക. ഇനി അതൊരു പ്രാക്ടീസായി കണ്ട് CGL എക്സാം എഴുതുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എഴുതാം. കാരണം CGL എക്സാം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ആ ചാൻസ് മിസ് ചെയ്യേണ്ട. ഈ വർഷം ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. ഇപ്രാവശ്യം നമുക്ക് വീണില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആരാണ് ഇപ്രാവശ്യത്തെ CGL 2024 എക്സാമിന് എലിജിബിൾ ആയിട്ടുള്ളത്? അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഡിഗ്രിയാണ്. CGL എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എനി ബാച്ചിലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഇതിനാവശ്യം. ചില ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പോലെയുള്ള പോസ്റ്റുകൾക്കൊക്കെ ചില ഇലക്റ്റീവായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒഴിച്ചാൽ ബാക്കി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? CGL എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഡിഗ്രിയാണ് ഏത് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ? CGL എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ. അതിൻ്റെ കാരണങ്ങളൊക്കെ ബാക്കി ഞാൻ പുറകെ പറയാം. ഇനി അടുത്തത്, ഈ 2024 എക്സാം എപ്പോഴാണ് നടക്കുന്നത്? കുറേ ആൾക്കാർ ചോദിച്ചതാണ്, സാർ 2024 എക്സാം എന്ന് പറഞ്ഞു, എപ്പോഴാണ്? ഇപ്പോൾ CGLൻ്റെ ഒഫീഷ്യൽ കലണ്ടറിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബറോട് കൂടിയാണ് CGLൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അതിന് നോട്ടിഫിക്കേഷൻ ജൂണോട് കൂടിയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനൊരു 6-7 മാസം ഫ്രണ്ടിലുണ്ട്. നന്നായി പഠിക്കുന്നവർക്കാണെങ്കിൽ വൃത്തിയായിട്ട് പഠിച്ചു പോകാനുള്ളൊരു സമയമുണ്ട്. അതുകൊണ്ടാണ് ദിശ അക്കാഡമി ഈ ജാനുവരി 26 മുതൽ SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ
ഇപ്രാവശ്യത്തെ എക്സാം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം, ഒന്ന് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും നമ്മൾ റിപ്പബ്ലിക് ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മൾ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന. കേരളത്തിൽ മറ്റൊരു അക്കാഡമിക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഫാക്കൽറ്റീസിനെ എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള റാങ്ക് നേടിയിട്ടുള്ള അധ്യാപകരാണ് CGLന്റെ ക്ലാസ്സുകൾ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും മിസ് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ അങ്ങനെ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനുവരി 26-ാം തീയതി തുടങ്ങുന്ന ബാച്ചിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഞാൻ ഈ പറഞ്ഞത് കൃത്യം ടൈം പീരീഡ് ഉണ്ട് നമുക്ക് പഠിച്ച് ഈ എക്സാം നേടിയെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. ഇനി വാട്ട് ഈസ് ദ സാലറി ഓഫ് CGL ഓഫീസർ? ഒരു CGL ഓഫീസറിന്റെ സാലറി എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒരു റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. എത്രയാണ് സാർ ഒരു CGL ഓഫീസറായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറി കിട്ടുന്നത്? നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ കയറിയവരുണ്ട്, CGL എഴുതി ക്ലിയർ ചെയ്തവരുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ സാലറി സ്ലിപ്പൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കയറിയ ചില ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ, നമ്മുടെ ചിന്തു സാറ് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവരുടെ ലാസ്റ്റ് വാങ്ങിയ സാലറി, ലാസ്റ്റ് മന്തിലെ സാലറി എന്ന് വെച്ചാൽ 72,000 റുപ്പീസാണ് അവർ വാങ്ങിയ സാലറി എന്ന് പറഞ്ഞത്. അതിൽ ടാക്സ് കട്ട് ചെയ്യാതെ, അവർ കയറിയതേ ഉള്ളതുകൊണ്ട് ടാക്സ് കട്ട് ചെയ്യാത്തൊരു എമൗണ്ട് ആണ്. എന്നാൽ പോലും സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന ഒരാൾക്ക് ഒരു 65 രൂപ വരെ സാലറി കിട്ടുന്ന നല്ല ഒരു പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറഞ്ഞാൽ 65,000-ൽ നിൽക്കുമെന്നല്ല, ഏകദേശം എവിടെയാണ് നിൽക്കുന്നത്? 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ വരെ. അത് നിങ്ങൾക്കറിയാലോ, ഇയർ മാറുന്നതിനനുസരിച്ച് സാലറി സ്കെയിലിനകത്ത് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ 65 എന്ന് പറഞ്ഞ സാലറി ഒരു നിസ്സാരമായ സാലറി ആണോ? ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിൽ കയറുന്ന ആൾക്ക് പോലും സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 55,000 രൂപയാണ് മാക്സിമം സാലറി. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് വേണം? ഡിഗ്രി വേണം, അതിനുശേഷം PG വേണം, പിന്നെ നെറ്റ് സെറ്റ് പോലെയുള്ള കാര്യങ്ങൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള പല കടമ്പകളിലൂടെ കടന്ന് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിലൊക്കെ കയറുന്ന അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ കയറുന്ന ആളുകൾക്ക് പോലും 55,000 ആണ് ഇവിടുത്തെ സ്കെയിൽ ഓഫ് പേ വെച്ച് കിട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ഡിഗ്രി മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി 65,000 രൂപ കിട്ടുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ടതായ ഒരു എക്സാമിനേഷൻ തന്നെയാണ് CGL എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. കുറേ ആൾക്കാർ ഇപ്പോൾ SSC എക്സാംസിനെ ഭയത്തോടു കൂടി കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ സെലക്ഷൻ കിട്ടുമോ? ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് CGL എഴുതി ക്ലിയർ ചെയ്തവർ. അവരെല്ലാം കേരളത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഒന്നുകിൽ ട്രിവാൻഡ്രത്ത്, അല്ലെങ്കിൽ കാലിക്കറ്റ്, അല്ലെങ്കിൽ കോഴിക്കോട്, അങ്ങനെ എല്ലാ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ എയർപോർട്ടുകളുണ്ട്, അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസുകളുണ്ട്, ഇങ്ങനെ പലയിടത്ത് GST ഓഫീസുകളുണ്ട്. ഇങ്ങനെയുള്ളിടത്തൊക്കെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇതിലേക്ക് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ PSCയുടെ എക്സാംസ് ഒക്കെ വിട്ടിട്ട് SSC പോലെയുള്ള, റെയിൽവേ പോലുള്ള എക്സാംസ് എഴുതി ക്ലിയർ ചെയ്യണം. കാരണം എന്താ? വളരെ കൃത്യമായിട്ട് പരീക്ഷകൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്, ആ വർഷം തന്നെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് SSCയെ വളരെ ഗൗരവമായി കണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പഠിച്ച് കയറുന്ന ആൾക്കാർ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാം എഴുതിയാലേ കേരളത്തിൽ നിൽക്കാൻ പറ്റൂ, കേന്ദ്ര ഗവൺമെൻറ് എക്സാംസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വെളിയിലോട്ട് പോയി ജോലിയുണ്ട്. അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല. കാരണം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാലറി സ്കെയിൽ ശരിക്കും നമ്മളെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്ന കാര്യമാണ്. അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത എനിക്ക് പറയേണ്ടത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് 18 to 32 ആണ്. എന്തിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്? CGL എക്സാമിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് വരെ എന്ത് ചെയ്യാം? CGL എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് 21-22 വയസ്സുള്ളവരാണെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഈ CGL എക്സാമിനെ നോക്കിയാൽ ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം ഏജ് തരുന്ന ഒരു പരീക്ഷയാണ്. SSCയുടെ എക്സാംസിൽ ഇത്രയും ഏജ് തരുന്ന ഒരു പരീക്ഷ വളരെ കുറവാണ്. കാരണം നമുക്കറിയാലോ, PSCയുടെ എക്സാംസ് ഒക്കെ പറഞ്ഞാൽ ഒരു 37 വരെയൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ SSCയുടെ എക്സാംസിനകത്ത് പല എക്സാംസിനും 27 അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഏജ് കൂടുതൽ കിട്ടുന്ന ഒരു പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത് CGL എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ച് 1 or more ചാൻസസ് കിട്ടുന്ന ഒരു പരീക്ഷ കൂടിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏജ്. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിയത്. ക്വസ്റ്റ്യനുകളായിരുന്നു ഇതെല്ലാം. വിച്ച് ഈസ് ദ ബെസ്റ്റ് പൊസിഷൻ ഇൻ CC? ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്കറിയേണ്ടത്? ഏതൊക്കെ പോസ്റ്റുകളാണ് CGL ഉള്ളത്? ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്, ഏതൊക്കെയാണ് പോസ്റ്റുകൾ കിട്ടുന്നത്, നമുക്ക് ഏതൊക്കെ ജോലിയിലാണ് കയറാൻ സാധിക്കുന്നത്? ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഏറ്റവും
വിലപിടിപ്പുള്ള ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന പോസ്റ്റാണ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. പിന്നെന്താണുള്ളത്? അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ. അറിയാലോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വരുന്ന അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. പിന്നെന്താണ്? അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന മിലിറ്ററി സെക്ഷനിൽ വരുന്ന ASO എന്ന് പറയുന്ന പോസ്റ്റ്. പിന്നെ വരുന്നത് എന്താണ്? സബ് ഇൻസ്പെക്ടർ ഇൻ CBI. അതൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് CBIയിൽ ഒരു ജോലി എങ്ങനെ കിട്ടും, കസ്റ്റംസിൽ ഒരു ജോലി എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഒരു GST ഇൻസ്പെക്ടർ ആവാൻ സാധിക്കുന്നത് എങ്ങനെ, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ, ഏത് എക്സാം എഴുതിയാൽ ക്ലിയർ ചെയ്യുന്നത്? എല്ലാവരും പറഞ്ഞ് CGL എക്സാംസ് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നവർക്കാണ് ഈ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റുകൾ കിട്ടുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെയുള്ള അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, CAG അല്ലേ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സെക്ഷനിലാണ് വരുന്നത്. ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ. അപ്പോൾ ഇതുപോലെയുള്ള ആ പോസ്റ്റുകൾ തന്നെ ഒന്ന് പഠിച്ചു വെച്ചോ. നല്ല നമുക്ക് പറയാൻ നല്ല വിലയുള്ള പോസ്റ്റുകളാണ് ഈ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വർക്ക് തുടങ്ങണം, പഠിക്കണം. ദിശ അക്കാഡമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് SSCയുടെ പ്രാധാന്യം എന്താണെന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. എന്തുകൊണ്ട് നമ്മൾ SSC പഠിക്കണം, എന്തുകൊണ്ട് നമ്മൾ CGL വേണ്ടി ട്രൈ ചെയ്യണം എന്നത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത എന്താ പറയാനുള്ളത്? ഇനി ഇൻ്റർവ്യൂ ഉണ്ടോ SSC CGL എക്സാമിനേഷന്? അതിൻ്റെ ഉത്തരം നോ എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ, ഇപ്പോൾ ബാങ്കിലെ കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ ഒന്നും എന്തിനില്ല, SSC CGL എക്സാമിൻസിനില്ല. പിന്നെന്താണുള്ളത്? നമുക്ക് കുറച്ച് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള പരിപാടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പേടിയുള്ള ചില ആൾക്കാരുണ്ട്. ബാങ്കിലൊക്കെ മെയിനായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് ഒരു കടമ്പ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ 2 സെക്ഷൻ എക്സാംസ്, അതായത് 2 ടയർ എക്സാംസ് ക്വാളിഫൈ ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നേരെ പോകുന്നത് എന്താണ്? ജോലിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒന്നും ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ പറയുകയാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാംസ് 2 ടയറുകൾ നിങ്ങൾ പാസ്സാവുക എന്നുള്ള പരിപാടി മാത്രം കൃത്യമായിട്ട് ചെയ്താൽ മതി. അടുത്തെന്താ? ഇനി ഫിസിക്കൽ ടെസ്റ്റ് ഇൻ SSC CGL. ഇപ്പോൾ CGLനുള്ള എന്തെങ്കിലും ഫിസിക്കൽ ടെസ്റ്റുകളുണ്ടോ? ചെറിയ അവരുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സ്മാൾ കൈൻഡ് ഓഫ് എന്തുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസേ ഉള്ളൂ. അത് ഈ പറയുന്ന നമ്മളിപ്പോൾ പോലീസ് ട്രെയിനിങ്ങിനൊന്നും പോകുന്ന പോലെയുള്ള ഡിഫറൻറ്റ് സെക്ഷൻസ് വരുന്ന വലിയ ഫിസിക്കലുകളൊന്നുമില്ല. വളരെ ചെറിയ ഫിസിക്കൽ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വിധത്തിൽ സിംപിളി ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഫിസിക്കലും മെഡിക്കലും ഒന്നും വലിയ വിഷയമല്ലാത്ത, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒന്നും വിഷയമല്ലാത്ത ഒരു പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് CGL എന്ന് പറയുന്നത്. നിസ്സാരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ടയർ എക്സാംസ് വളരെ പ്രാധാന്യമുള്ളതാണ്. ടയർ 1 ആൻഡ് ടയർ 2. ടയർ 1 ഒരു ക്വാളിഫയിങ് നേച്ചർ എക്സാം ആണ്. ടയർ 2 ആണ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എക്സാം. അപ്പോൾ അതിൻ്റെ സിലബസ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സെറ്റ് ആക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിസാരമായിട്ട് എന്ത് കിട്ടും? CGL എക്സാം കിട്ടും. പക്ഷേ അപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ എക്സാമിൻ്റെ പ്രാധാന്യം എന്താണ്. വൈ SSC CGL ഈസ് കാൾഡ് മിനി IAS? എന്തുകൊണ്ടാണ് SSC CGLനെ ഒരു മിനി IAS എക്സാം എന്ന് പറയുന്നത്? ഇതിൻ്റെ പോസ്റ്റുകൾ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ്? ഞാൻ കാണിച്ച ഓരോ പോസ്റ്റുകളും എത്ര വാല്യുബിൾ ആയിട്ടുള്ള, സൊസൈറ്റിയിൽ എത്ര പേര് കസ്റ്റംസ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു CBI ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു NIA ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ സിവിൽ സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ വരുന്ന ഒരു കസ്റ്റംസ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ ഒരു NIA ഓഫീസർ ആവാം, ഒരു CBI ഓഫീസർ ആവാം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത് ഒരു മിനി സിവിൽ സർവീസ് എക്സാമാണ് എന്ന് ഞാൻ എപ്പോഴും നമ്മുടെ അവിടെ ഓഫ്ലൈൻ അക്കാഡമിയിൽ ട്രിവാൻഡ്രം ആയാലും കാലിക്കറ്റ് ആയാലും കൊട്ടാരക്കര ആയാലും വരുന്ന കുട്ടികളോട് പറയുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗൗരവത്തിൽ നിങ്ങൾ പഠിക്കണം. ഒരു സിവിൽ സർവീസിന് പഠിക്കുന്ന ആ ഒരു ഗൗരവത്തിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? SSC CGL പോലെയുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറയുമ്പം സാറ് ഇതിൻ്റെ സിലബസുകൾ കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചവരുണ്ട്. അവരെ ആദ്യമായിട്ട് കേൾക്കുന്നവരടുത്ത് ഞാൻ പറയുകയാണ്, ഈ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഏതൊക്കെയാണ്? റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, കോണ്ട് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റുകളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കാൻ. ഇത് CGLൻ്റെ ടയർ 1നും ടയർ 2നും സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? സബ്ജക്റ്റുകൾ ഈ 4 സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 4 സബ്ജക്റ്റുകൾ ഏറ്റവും കിടിലമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തെത്തുകയാണ്? അയാളുടെ സേഫ് സോൺ അറ്റൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രോങ് ആവണം. ഈ 4 സബ്ജക്റ്റിൽ സ്ട്രോങ് ആവണം. നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും
മാത്സ് ഒക്കെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റുന്നവരാണ്, അത്യാവശ്യം റീസണിങ് ലോജിക്കൽ സ്കില്ലുള്ളവരാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഈ 4 സബ്ജക്റ്റ് നമ്മുടെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രൈ ചെയ്താൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ CGL ടയർ 1ൻ്റെ പാറ്റേൺ? 25 ക്വസ്റ്റ്യൻസ് വീതമാണ് ഈ 4 സെക്ഷനുകളിൽ നിന്ന് വരുന്നത്. 2 മാർക്കാണ് വരുന്നത്, അപ്പോൾ 50 വീതം, അപ്പം 50 × 4 200 മാർക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എക്സാമിന് കിട്ടുന്നത്. 200-ൽ എത്ര മാർക്ക് മേടിക്കുന്നു? ഇപ്പോൾ കട്ട് ഓഫ് വരുമ്പോൾ 140 പ്ലസ് കട്ട് ഓഫ് ഒക്കെ വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു 1 അവർ വരുന്ന പരീക്ഷയ്ക്ക് ഒരു 140 പ്ലസ് അല്ലെങ്കിൽ 150 പ്ലസ് മാർക്കൊക്കെ മേടിച്ചാൽ സേഫ് ആണ്, നമ്മൾ എന്ത് ചെയ്തു, ടയർ 1 ക്വാളിഫൈ ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ടയർ 1-നകത്ത് എത്ര മാർക്കിന് മേടിച്ചാലും അതൊരു ക്വാളിഫയിങ് നേച്ചർ എക്സാം ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ടയർ 1 ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ പാനൊക്കൂ, ടയർ 2-ലോട്ട് പാനൊക്കത്തുള്ളൂ. അപ്പോൾ ടയർ 2-ൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ടയർ 2 എക്സാം വരുമ്പോഴും സബ്ജക്റ്റിൽ വ്യത്യാസം ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതിനെ 1, 2, 3 സെക്ഷനുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ എക്സാമിൻ്റെ രീതിയാണ് 3 സെക്ഷനുകളാക്കി ഞാൻ മാറ്റിയിരിക്കുന്നത്. ഒന്നാമത്തെ സെക്ഷനകത്ത് വരുന്ന 2 മൊഡ്യൂളുകൾ ഏതാണ്? മാത്സ്, റീസണിങ്. മാത്സും റീസണിങ്ങും കൂടെ ചേർത്തിട്ട് ഒന്നാമത്തെ സെക്ഷനിലെ മൊഡ്യൂളാക്കി. അപ്പം മാത്സ് അതിന് എത്ര വരുന്നത്? 30 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും വരുന്നത്. 30 × 60 × 3 180 മാർക്കാണ് കിട്ടുന്നത്. അതായത് ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ്, ടയർ 1-ൽ 2 മാർക്കാണ്. അപ്പോൾ ഇവിടെ 30 × 30 60 ക്വസ്റ്റ്യൻസ് × 3 180 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ മാത്സും റീസണിങ്ങിൽ നിന്ന് സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ മാത്സും റീസണിങ്ങിൽ നിന്ന് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഓരോ മാർക്കും ഈ എക്സാമിനെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ്. പിന്നെയുള്ള എന്താണ്, സെക്ഷൻ 2-ൽ എത്തുമ്പോൾ മൊഡ്യൂൾ 1 ആയിട്ട് ഇംഗ്ലീഷും മൊഡ്യൂൾ 2 ആയിട്ട് ജനറൽ അവയർനെസ്സും. അതിൽ ഇംഗ്ലീഷിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 45 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജനറൽ അവയർനെസ്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നേക്കുന്നത് 60, 40, 105 ക്വസ്റ്റ്യൻസ് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് തന്നെയാണ്. 25 ക്വസ്റ്റിനെ എവിടെ വരുന്നുള്ളൂ? ജനറൽ അവയർനെസ് സെക്ഷനിൽ വരുന്നുള്ളൂ. അപ്പം മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കി എടുക്കുന്നവനെ സംബന്ധിച്ച് 105 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 45 × 45 + 25 70 ക്വസ്റ്റ്യൻസ്, 70 × 3 210 മാർക്ക് ഏത് സെക്ഷനിൽ നിന്നുണ്ട്? സെക്ഷൻ 2-ൽ നിന്നുണ്ട്. അപ്പോൾ ഈ 210-ഉം ഈ 180-ഉം അപ്പോൾ എത്ര വരുന്നു? 390 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ 2 സെക്ഷനിലൂടെ മാർക്കായിട്ട് വരുന്നത്. 390-ൽ നമ്മൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് വരുന്നത്. സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാണ്? കമ്പ്യൂട്ടർ നോളജും അതുപോലെ ഡേറ്റ എൻട്രി. ഇത്തരം എക്സാമുകൾക്ക് കമ്പ്യൂട്ടറിന്റെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടൈപ്പിംഗ് സ്കില്ലും ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ കമ്പ്യൂട്ടർ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ക്വസ്റ്റ്യൻസ് വരും. 20 × 3 60 മാർക്കാണ്. പക്ഷേ ഇതൊരു ക്വാളിഫയിങ് മാർക്കാണ്. കമ്പ്യൂട്ടറിന് എത്ര മാർക്ക് കൂടുതൽ മേടിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തല്ല നിങ്ങളുടെ റാങ്ക് ഇരിക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടറിന്റെ മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്യണം. അത് ക്വാളിഫയിങ് നേച്ചറാണ്. അതുപോലെ ടൈപ്പിംഗ്, ഡേറ്റ എൻട്രീസ് ടെസ്റ്റും നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതും ക്വാളിഫയിങ് ആണ്. അപ്പോൾ സെക്ഷൻ 3 ഈസ് ടോട്ടലി ക്വാളിഫയിങ് നേച്ചർ പാർട്ടാണ്. എന്തൊക്കെയാണ് വരുന്നത് ഈ ഡേറ്റ എൻട്രിയും അതുപോലെ തന്നെ വരുന്നത് എന്താണ്, ഈ പറയുന്ന കമ്പ്യൂട്ടർ നോളജുമാണ് വരുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവം ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്? അപ്പോൾ ഇത്രയും 3 സെക്ഷനുകളെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ SSC CGL എക്സാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ വളരെ നിസാരമായിട്ട് നമുക്ക് എന്ത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? SSC CGL 2024 എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് രീതി, എപ്പോഴൊക്കെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. എനിക്ക് മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. പക്ഷേ 6 മാസം നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കണം. സിലബസ് മനസ്സിലാക്കാതെ നിങ്ങളിപ്പോൾ വെളിയിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ ഇതിന് പഠിക്കാൻ പറ്റത്തില്ല. ഈ സിലബസ് മനസ്സിലാക്കിയ ആ ഓർഡറിൽ ഇപ്പം CGL ടയർ 2-ൻ്റെ മെയിൻസിനെ ഫോക്കസ് ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സാമിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ആദ്യം എന്ത് ചെയ്യുക, സിലബസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും അക്കാഡമി എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ദിശ അക്കാഡമി ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞ് ദിശ അക്കാഡമിയിൽ തന്നെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദിശ അക്കാഡമിക്ക് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര അക്കാഡമികളുണ്ട്. ദിശ അക്കാഡമി അല്ലാതെയും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്തായാലും സിലബസ് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. 6 മാസം എടുത്ത് സിലബസ് പഠിക്കണം. അതിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം ആദ്യമായി ഒരു ബിഗിനറായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഐഡിയ ഇല്ലാതെ എന്തെങ്കിലും പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോകൾ SSC CGL-ഉമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് SSC CGL റിസൾട്ടുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് 1 ഉൾപ്പെടെ കേരള റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഉറപ്പായിട്ട് പറയാൻ സാധിക്കും,
കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും അടുത്ത പ്രാവശ്യത്തെ ഒരു സെലക്ഷൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തിയായി പഠിക്കണം. ഒരു മിനി സിവിൽ സർവീസ് എക്സാം ആണെന്ന ഗൗരവത്തോടു കൂടി പഠിക്കണം. പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്നവർക്ക് ഞാനൊരു ഓപ്ഷൻ കൂടി പറഞ്ഞു. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ, അപ്പോൾ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു പ്ലാനൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. എന്തായാലും ഈ വർഷം ഒരു ജോലി നേടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ആ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ മാത്രം വീഡിയോസ് കണ്ടാൽ മതി മക്കളെ. നിങ്ങൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടു നോക്കുക. CGL-ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ അത്രയും ക്ലാസ്സുകൾ ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്. കേരളത്തിലെ ഒരു ചാനലും, ഏതെങ്കിലും യൂട്യൂബ് ചാനൽ CGL-ലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേറെ ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറയാം. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഇത്രയും ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ, ഇത്രയും കോണ്ടിൻ്റെ ആയാലും റീസണിങ്ങിൻ്റെ ആയാലും വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഒട്ടും സമയം കളയാതെ പഠിച്ചു തുടങ്ങാം. ഇപ്പം തന്നെ ആ ആപ്ലിക്കേഷനിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. കൂടാതെ ഓഫ്ലൈനിൽ തന്നെ വന്നിരുന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാലിക്കറ്റ്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര അക്കാഡമികളിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ CGL 2024 എക്സാം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.